ഇന്നത്തെ വചനചിന്ത, അഭിഷേകമുള്ളവർ പുറത്തു വരും. പത്രോസ് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്നും പുറത്തു വരാതിരിപ്പാൻ കാവൽ ഭടന്മാരെ നിർത്തി. പത്രോസ് ഒരു പട്ടണത്തെയും അട്ടിമറിച്ചിട്ടില്ല. പത്രോസിൻ്റെ ചുറ്റിലും കാവൽ ഭടന്മാരെ നിർത്തിയതിൻ്റെ കാരണം പത്രോസിൻ്റെ മേലുള്ള അഭിഷേകം വലുതായിരുന്നു. അഭിഷേകമുള്ളവനെ കാരാഗൃഹത്തിൽ അടച്ചു വയ്ക്കുവാൻ സാധിക്കത്തില്ല. ദൂതനിറങ്ങി കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവ് താങ്കൾക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കും. സ്തേഫാനോസിൻ്റെ കാര്യത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് കരുതി, അത് സംഭവിച്ചില്ല. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു. കാരണം ദൈവസഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ തളരരുത്. എങ്ങനെയെങ്കിലുമുള്ള വിടുതലല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കി മാറ്റുവാൻ വഴികളടയുമ്പോൾ അത്ഭുതത്തിൻ്റെ വഴി ദൈവം തുറക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഭക്തനായ യോസേഫിന് ദൈവം നൽകിയ ദർശനത്തിനായി ഭക്തൻ കാത്തിരുന്നു. കാരാഗൃഹത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടും ദൈവം യോസേഫിനെ പുറത്തു കൊണ്ടുവന്നു. ജീവിതത്തിൽ ഒരു കോണിൽ താങ്കളെ ഒറ്റപ്പെടുത്തുവാൻ ആളുകളുണ്ടെങ്കിൽ മറുവശത്ത് ചേർത്ത് ആശ്വസിപ്പാൻ സർവശക്തനായ ദൈവം താങ്കളുടെ കൂടെയുണ്ട്. സഹോദരന്മാർ ഒരുക്കപ്പെട്ട പൊട്ടക്കിണറ്റിലെ യോസേഫിനെ ഇടുവാൻ സാധിച്ചുള്ളൂ. പോത്തിഫറിൻ്റെ ഭാര്യ ഉയർത്തിയിരിക്കുന്ന തുണി കഷ്ണങ്ങൾക്കോ ഫറവോനൊരുക്കിയ കാരാഗൃഹത്തിനോ ഭക്തനായ യോസേഫിൻ്റെ ദർശനത്തെയോ ഭക്തനായ യോസേഫിൻ്റെ മേലുള്ള അഭിഷേകത്തെയോ തടയുവാൻ കഴിഞ്ഞില്ല. കാരണം യോസേഫ് കണ്ട ദർശനം യോസേഫിനെ പറ്റിയുള്ള ദൈവിക ദർശനമായിരുന്നു. താങ്കളെ പറ്റിയുള്ള ദൈവിക ദർശനത്തെ ലോകത്തിൻ്റെ ഒരു കാരാഗൃഹത്തിലോ പൊട്ടക്കിണറ്റിലോ നിന്ദയ്ക്കോ പിശാചിനോ ഒന്നും തടഞ്ഞു വയ്ക്കുവാൻ കഴിയില്ല. താങ്കൾ കണ്ട ദർശനം ദൈവം പൂർത്തീകരിക്കും. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. വൈകിയാലും കടന്നു വരും നിശ്ചയമെന്ന് ഹബക്കൂക്ക് പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ അബ്രഹാമിനെ പോലെ താങ്കൾ കാത്തിരിക്കുമ്പോഴും, ഭക്തനായ യോസേഫിനെ പോലെ താങ്കൾ പരീക്ഷിക്കപ്പെടുമ്പോഴും, ഭക്തനായ ഇയ്യോബിനെ പോലെ താങ്കൾക്കെല്ലാം നഷ്ടപ്പെടുമ്പോഴും ഓർക്കുക, താങ്കൾ കണ്ടിട്ടില്ലാത്ത വാതിൽ താങ്കൾക്ക് മുമ്പിൽ തുറന്ന് താങ്കളെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ ദൈവം താങ്കളെ നിശ്ചയമായും ഉയർത്തും. വിശ്വാസത്താൽ വിളിച്ചു പറയണം: നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, കഷ്ടതകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞ് എന്നെ പോറ്റി പുലർത്തിയ എൻ്റെ യേശു മാത്രം എന്നെ കൈവിടുകയില്ലെന്ന്. സഹനങ്ങൾ കടന്നു വരുമ്പോൾ യേശുവിനോട് കൂടെ ചേർന്ന് നിന്ന് എൻ്റെ മുമ്പിൽ വഴികളെല്ലാം അടഞ്ഞ നേരം യേശുവിനെ ഞാൻ കാത്തിരിക്കുമെന്ന് വിളിച്ചു പറയണം. യേശുവിനായി മാത്രം ഞാൻ കാത്തിരിക്കും. യേശു എനിക്ക് വേണ്ടി ഇനിയും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുമെന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയണം. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് കരം പിടിച്ച് താങ്കളെ ഉയർത്തുവാൻ കർത്താവ് താങ്കളുടെ കൂടെയുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തോട് അടുത്തു ചെന്നാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വരും. വലിയവനായ ദൈവം താങ്കൾക്കായി ഒരു നന്മ ഒരുക്കി വച്ചിട്ടുണ്ട്. അതിന് ആര് തടസ്സം നിന്നാലും താങ്കൾക്ക് അവ വന്നു ചേരും. താങ്കൾ കാണുന്ന വഴി അടഞ്ഞാൽ താങ്കൾ കാണാത്ത വഴി താങ്കൾക്കായി ദൈവം തുറക്കും. ഇസ്രായേൽ ജനം കനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചെങ്കടൽ കണ്ടിട്ട് ഇതോടുകൂടെ എല്ലാം അവസാനിച്ചു, ഇനി ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ ജനം മുഴുവനും ചെങ്കടലിൻ്റെ മുന്നിൽ നിന്ന് പിറുപിറുക്കുമ്പോൾ, മിസ്രൈമിൽ ഞങ്ങൾക്ക് ശവപ്പറമ്പില്ലാത്തത് കൊണ്ടാണോ ഞങ്ങളെ ഈ ചെങ്കടലിൻ്റെ മുന്നിൽ എത്തിച്ചതെന്നൊക്കെയും ചോദിക്കുമ്പോൾ, അഭിഷേകമുള്ള മോശ വിശ്വാസത്തോടു കൂടെ പിറുപിറുക്കുകയല്ല, ദൈവസന്നിധിയിൽ ദൈവമുഖത്ത് നോക്കി. എല്ലാവരും ഭക്തനായ മോശയെ ഒറ്റപ്പെടുത്തുമ്പോൾ പിറുപിറുക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയല്ല, വിശ്വാസത്താൽ ദൈവത്തെ നോക്കുന്ന പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള മോശയ്ക്ക് വേണ്ടി ദൈവം അവിടെ വഴി തുറക്കുവാനിടയായി. ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തിലൂടെ നടക്കുമ്പോൾ തപ്പെടുത്ത് മിരിയാൻ നൃത്തമാടി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നൃത്തമാടുവാനും സ്തുതിക്കുവാനും
ആഘോഷിക്കുവാനും ഒത്തിരി പേരുണ്ടാകും. എന്നാൽ ഇടിവിൽ നിൽക്കുവാൻ ഭക്തനായ മോശ ഉണ്ടാകണം. വചനം ശ്രവിക്കുന്ന താങ്കളെന്ന ജീവനോടുകൂടെ ആയിരിക്കുന്നത് താങ്കൾക്ക് എന്തെങ്കിലും നന്മയുള്ളത് താങ്കൾക്ക് പുറകിൽ ചിലർ ഇടിവിൽ നിന്നതുകൊണ്ടാണ്. അഭിഷേകം പ്രാപിച്ചവന് അന്നും ഇന്നും ദൈവം വഴി തുറന്നുകൊണ്ടേയിരിക്കും. അഭിഷേകമുള്ളവന് ചെങ്കടലൊരു വിഷയമല്ല. അഭിഷേകം പ്രാപിച്ചവന് തീച്ചോടൊരു വിഷയമല്ല. അഭിഷേകം പ്രാപിച്ചവന് കാരാഗൃഹം ഒരു വിഷയമല്ല. അഭിഷേകം പ്രാപിച്ചവന് സിംഹക്കുഴി ഒരു വിഷയമല്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, തീയുടെ ബലത്തെ കെടുത്തുന്ന, സിംഹത്തെ വായടയ്ക്കുന്ന സർവശക്തനായ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട്. ആകയാൽ വിശ്വാസത്തോടു കൂടെ ദൈവകരം മുറുകെ പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.